ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്മനീർ പൂവിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചി ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി അവിടെ പറയുകയാണ്, ഇപ്പം പറയുന്നത് മുഴുവനും പച്ച കള്ളമാണ്, ഞങ്ങളെല്ലാവരെയും കുടുക്കിലാക്കാൻ വേണ്ടിയുള്ള പണിയാണ് ഇവിടെ മുഴുവനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ നീലിമയുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചത് നിനക്ക് എങ്ങനെ അറിയാം എന്നൊക്കെ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ എനിക്കറിയാം, എങ്കിലേ നീ അതിനുള്ള തെളിവുണ്ടോ നിൻ്റെ കയ്യിൽ? അത് പോയിന്റ്. തെളിവുണ്ടോ എന്ന് ചോദിച്ചത്. അപ്പോഴേക്കും നമ്മുടെ സച്ചി പറയണ തെളിവുണ്ട്. അതെ ജഡ്ജിയമ്മേ, ഞാനിപ്പോൾ ആ തെളിവ് അങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് പോവാണ്. അപ്പോൾ ജഡ്ജിയമ്മ വേണം അതിന് ന്യായം കണ്ടെത്താൻ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്ക് വലിയ മൈൻഡൊന്നുമില്ല. അപ്പോൾ ശ്രുതി എടുത്ത് വായിക്കാൻ പറയാണ്, ഇവൻ പറയുന്നതൊന്നും വിശ്വസിക്കരുത് അമ്മേ, ഇവൻ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഏതോ കള്ളത്തെളിവുകളെല്ലാം കൊണ്ടുവന്നിട്ട് അമ്മയെ വിശ്വസിപ്പിക്കാനുള്ള മട്ടിലാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര പറയുക, അതൊക്കെ എനിക്കറിയാലോ, ഇവൻ്റെ സ്വഭാവം എന്താണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായ കാര്യമാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചിയുടെ അങ്ങനെ കള്ളൊന്നും പറയാനായിട്ട് പോകുന്നില്ല, സച്ചിയുടെ പറയുന്ന ഓരോ കാര്യങ്ങളും സത്യം തന്നെയാണ്. അപ്പോഴേക്ക് ശ്രുതിയാണെങ്കിൽ പിന്നെ ഇവൻ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ സത്യം. ഇവൻ ഏത് കാര്യത്തിലാണ് സത്യം പറഞ്ഞിട്ടുള്ളത്? കുടുംബത്തിൽ എപ്പോൾ നോക്കിയാലും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ഇരിക്കും. അതായത് ശ്രുതിയുടെ മേലിൽ മെക്കിട്ട് കയറാനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ താല്പര്യം എന്നൊക്കെ ഇങ്ങനെ രേവതിയുടെ മുന്നിൽ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴേക്ക് സച്ചി പറയാണ്, പൗഡറേട്ടത്തി ഒന്ന് സമാധാനപ്പെട്, നിങ്ങൾക്ക് തെളിവല്ലേ വേണ്ടത്? ഇവൻ്റെ കയ്യിലേക്ക് നീലിമ 50 ലക്ഷം രൂപ കൊടുത്തതിനുള്ള എല്ലാ തെളിവുകളും ഞാൻ ഇപ്പം കൊണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ട് നീലിമേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിളി. അപ്പം നീലിമേ എന്നുള്ളൊരു വിളി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയുടെയും കിളി പോയൊരവസ്ഥയിൽ ഇങ്ങനെ കണ്ണും മിടിച്ച് നോക്കി നിൽക്കുക. സച്ചിയുടെ വിളി കേട്ടതും ദാ വരുന്നു നമ്മുടെ നീലിമ. ഭയങ്കര ഒരു ഗെറ്റപ്പോട് കൂടി തന്നെയാണ് നീലിമ വരുന്നത്. അപ്പം നീലിമയുടെ വരവും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് പിന്നെ പിടിച്ചു നിൽക്കാനായിട്ട് കഴിഞ്ഞില്ല. അങ്ങനെ നീലിമ അവിടെ വരിക. അപ്പം നീലിമ വന്നു കഴിഞ്ഞപ്പോഴേക്കും അച്ഛാ ഇതാണ് നീലിമ എന്ന് പറയുകയാണ്. അങ്ങനെ നീലിമ അവിടെ തന്നെ പരിചയപ്പെടുത്തുകയാണ്, ഞാൻ നീലിമ, ശ്രുതിയെ ആദ്യം സ്നേഹിച്ച പെൺകുട്ടി. ഞങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള നല്ല റിലേഷൻ ആയിരുന്നു. ഞങ്ങൾ തമ്മിലുള്ള എന്ത് റിലേഷനായിരുന്നു, ഞങ്ങൾ തമ്മിൽ എങ്ങനെയാണ് കഴിഞ്ഞു പോയെന്നൊക്കെ ഞാൻ വിശദീകരിച്ചിവിടെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം ശ്രുതിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ആ സമയത്ത് എനിക്ക് ആ 50 ലക്ഷം രൂപ എടുത്തോണ്ടി പോകേണ്ടി വന്നു എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്ക് ഇവിടെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അത് കാലി വരികയാണ്. പാവം എൻ്റെ മകനെ ചതിച്ചിട്ട് പോയവളല്ലേടി നീയാ? എങ്ങനെ തോന്നിയടി എൻ്റെ പാവപ്പെട്ട മോനെ ചതിച്ചിട്ട് പോകാനായിട്ട്? അയ്യോ, നിങ്ങളുടെ മകൻ പാവോന്നോ? അവൻ പാവമല്ല, പഠിച്ച കള്ളനാണ്, പഠിച്ച കള്ളൻ. കാരണം ഞാൻ അവൻ്റെ പണം തട്ടിക്കൊണ്ട് പോയെന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ അമ്മയെയും അച്ഛനെയും കുടുംബത്തെയും മുഴുവനും ചതിച്ചു കഴിയുന്നവനാണ് ശ്രുതി. അങ്ങനെ പാവമാണെന്നൊന്നും അവനെ പറയാനായിട്ട് പറ്റില്ല എന്ന് നീലിമ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രവി പറയുകയാണ്, നീലിമേ നിർത്ത്, എന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെ പറഞ്ഞാലും നീ ചെയ്തത് തെറ്റ് തന്നെയാണ് നീലിമേ. അവനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിന് നീയും കൂട്ടുനിന്ന് നീയും തെറ്റുകാരിയാണ്. സ്വയം ന്യായീകരിക്കാനായിട്ട് നീ നോക്കണ്ട നീലിമേ എന്നിങ്ങനെ രവി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അങ്കിള് പറഞ്ഞ സത്യം തന്നെയാണ്, ഞാൻ സ്വയം ന്യായീകരിക്കാനായിട്ട് ശ്രമിച്ചതല്ല. പക്ഷേ ഇവൻ ചെയ്ത് കൂട്ടിയ കാര്യത്തിനൊക്കെ ഇവനിട്ട് തിരിച്ചടി കൊടുക്കണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. കാരണം പറഞ്ഞില്ലേ, ഇവൻ സത്യസന്ധനാണ്, ഇവൻ മാന്യനാണെന്നൊക്കെ. ഒരിക്കലുമില്ല. ഇവൻ്റെ കൂടെ കഴിഞ്ഞ ഓരോ നിമിഷങ്ങളും എനിക്കറിയായിരുന്നു ഇവൻ തനി ഫ്രോഡാണെന്ന്. ഇവന് ഡിഗ്രി ഉണ്ട്, ഇവന് പഠിപ്പുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇവന് വിവരമെന്ന് പറഞ്ഞ സാധനമില്ല. മറ്റുള്ളവരെ ചതിച്ചും വഞ്ചിച്ചും കഴിയാൻ മാത്രമേ ഇവന് കഴിയുള്ളൂ എന്നൊക്കെ പറയാം. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഇവരെല്ലാവരും ഞെട്ടി നിൽക്കുക. അപ്പോൾ ശ്രുതി അവിടുത്തെ പറയുന്നുണ്ട്, അയ്യോ എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, ഇവള് പറയുന്ന മുഴുവൻ കള്ളത്തരമാണ്. ശ്രുതിയും പറയുന്നുണ്ട്, ഇവള് പറയുന്ന മുഴുവൻ കള്ളത്തരമാണ്. അച്ഛൻ അമ്മ അവള് പറയുന്നതൊന്നും വിശ്വസിക്കാൻ നിൽക്കരുത്, ഇവളെനിക്കൊരു പൈസയും തന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചി പറയുകയാണ്, നീലിമേ ആ തെളിവ് അങ്ങോട്ട് കാണിച്ചു കൊടുക്ക്, ഇവന് പൈസ കൊടുത്തതിനുള്ള എല്ലാ തെളിവുകളും. അങ്ങനെ നീലിമ ഒരു ഫയൽ തുറന്ന് ഡോക്യുമെന്റ്സ് മുഴുവൻ എടുക്കുകയാണ്, ആ തെളിവുകൾ മുഴുവൻ എടുക്കുകയാണ്. ഇത് ഒരു പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് SIയുടെ മുമ്പാകെ ഇവന് ഞാൻ പൈസ കൊടുത്തതിൻ്റെ തെളിവാണിത് എന്നും പറഞ്ഞുകൊണ്ട് അതെടുത്ത് കാണിച്ചു കൊടുത്തപ്പോൾ ശ്രീകാന്തേ അതൊന്ന് നോക്ക് ശ്രീകാന്തേ എന്ന് സച്ചി പറയുക. അങ്ങനെ ശ്രീകാന്ത് അത് മുഴുവനും വായിച്ചു നോക്കിയാണ്. ശ്രീകാന്തിന് കാര്യങ്ങൾ സത്യമാണെന്ന് മനസ്സിലായി. അച്ഛാ ഇതിലെഴുതിയേക്കുന്നത് മുഴുവനും സത്യം തന്നെയാണ് അച്ഛാ. ഇനി വേറൊരു കാര്യവും കൂടി ഞാൻ പറയാം. പിന്നെ ഇവളില്ലേ, ഇവളാണ് ശരിക്കും പഠിച്ചു കളി. അപ്പോൾ അത് ശ്രുതി പറയണം, അയ്യോ എനിക്കൊന്നും അറിയില്ല. നിനക്കൊന്നും അറിയില്ലെന്നോ? ഇവളാണ് എന്നെ പോലീസുകാരുടെ മുന്നിൽ കൊണ്ടുപോയി നിർത്തിയത്.
പലിശ സഹിതം വേണോന്ന് ഇവളാണ് എന്നോട് പൈസ ആവശ്യപ്പെട്ടത് എന്ന് പറഞ്ഞപ്പോൾ ചന്ദ്ര കണ്ണും മിഴിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ശ്രുതിയൊക്കെ കിടന്ന് അവിടെ കാല് നിലത്തുറയ്ക്കാത്ത രീതിയിൽ കിടന്ന് പുകഞ്ഞ് വല്ലാത്തൊരു അവസ്ഥയിലാകുകയാണ്. അപ്പോഴേക്കും നീലിമ പറയണം, അതെ ഞാൻ ഇവൾ ആരാണ് എന്താണെന്ന് അറിയാതെ ഇവളെ ബ്യൂട്ടി പാർലർ ഒരു ദിവസം പോയായിരുന്നു. പക്ഷേ ഞാൻ ആരാണെന്ന് ഇവള് കണ്ടെത്തി. അങ്ങനെ അവൾ എന്നെ ആ ബ്യൂട്ടി പാർലർ കെട്ടിയിട്ട് പോലീസുകാരുടെ മുന്നിൽ കൊണ്ട് ഇട്ടു അവള്. എന്നിട്ട് അവളും ഇവനും കൂടി ചേർന്നുകൊണ്ട് എന്നോട് പൈസ ചോദിച്ചു. ഞാൻ ആ പൈസ കൊടുക്കുകയും ചെയ്തു എന്നിങ്ങനെ പറയുകയാണ്. ഇതിനെല്ലാത്തിനും തെളിവായിട്ട് സച്ചിയും ഉണ്ട്. അപ്പം സച്ചി പറയണം, അതെ സത്യമാണ്. കാരണം എനിക്ക് നീലിമ ആരാണ് എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ എൻ്റെ കാറാണ് ഇവർ വിളിച്ചത്. അങ്ങനെ ഇവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി വിട്ടത് ഞാൻ തന്നെയാണ്. അവിടെ വെച്ച് എന്നോട് സാക്ഷി ഒപ്പിടാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാനതിൽ എതിർപ്പൊന്നും പറഞ്ഞില്ല. സാക്ഷിയായിട്ട് ഞാനൊരു ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു. പക്ഷേ അതിന് പിന്നിൽ ശ്രുതിയും ഇവരുമാണെന്നൊക്കെ ഞാൻ അറിഞ്ഞു പോലുമില്ല എന്നൊക്കെ ശ്രുതി അവിടെ വിശദീകരിച്ച് തന്നെ പറയുകയാണ്. ഇത് കേട്ട് എല്ലാവരും അന്തം വിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴേക്കും നീലിമ പറയാണ്, ഈ തെളിവുകൾ മാത്രമല്ല വേറൊരു തെളിവും കൂടിയുണ്ട്. കാരണം 53 ലക്ഷം രൂപ ഇവൻ്റെ അക്കൗണ്ടിലേക്ക് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ആയ ആ ഒരു രേഖയും കൂടി എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നീലിമ ആ രേഖ കാണിച്ചു കൊടുക്കുകയാണ്. അത് കാണിച്ചു തന്നപ്പോൾ അപ്പോൾ രവിയുടെ കയ്യിലേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ രവിയും കണ്ടുകഴിഞ്ഞപ്പോഴേക്ക് ദൈവം ഇത് സത്യമാണല്ലോ ചന്ദ്രയെ നീയൊന്ന് നോക്കിയേ. അങ്ങനെ ചന്ദ്രയെ നോക്കുകയാണ്. ദൈവമേ 53 ലക്ഷം രൂപ ഇവൻ്റെ അക്കൗണ്ടിലേക്കും ട്രാൻസ്ഫർ ആയിട്ടുണ്ടല്ലോ എന്നിങ്ങനെ പറയുകയാണ്. ആൻറ്റി നിങ്ങൾക്കിപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലായില്ലേ? ഞാൻ നിങ്ങളുടെ മോനെ ചതിച്ചു, അത് സത്യം തന്നെയാണ്. പക്ഷേ ഇവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തത് തന്നെ. പക്ഷേ ഇവൻ നിങ്ങളെല്ലാവരെയും ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും പൈസ കിട്ടിയിട്ട് പോലും നിങ്ങളുടെ ഒരു വാക്ക് പോലും അവൻ പറഞ്ഞോ അങ്കിളുടെ പൈസയാണ് എന്നൊക്കെ മോഷ്ടിച്ചെന്നുള്ളൊരു കാര്യം സച്ചി എന്നോട് അറിഞ്ഞായിരുന്നു. പക്ഷേ ഞാനൊരു കാര്യം നിങ്ങളോട് ഉറപ്പിച്ച് പറയാം. ഇവനില്ലേ മഹാചതിയനാ. ഇവൻ നിങ്ങളെ എല്ലാവരെയും ചതിക്കും. അതുകൊണ്ട് തന്നെ ഇവനെ സൂക്ഷിച്ചാൽ മതിയാവുള്ളൂ. അങ്കിളെ പിന്നെ അങ്കിളുടെ രണ്ടാമത്തെ മകൻ സച്ചി, അവൻ നല്ലവനാണ്. അവനെ നമുക്ക് വിശ്വസിക്കാം. എനിക്ക് മനസ്സിലായതാണ് സച്ചി ഒരു നല്ല ക്യാരക്ടറാണ്. അവന് വിവരോ വിദ്യാഭ്യാസമോ ഒന്നും അങ്ങനെ ഇല്ല. പക്ഷേ അവൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അത് നന്മയുടേത് തന്നെയാണ് എന്നൊക്കെ നീലിമ സച്ചിയെക്കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പറയാണ്. പിന്നെ ഞാൻ ചെയ്തു പോയ തെറ്റിന് അവന് പൈസ കൊടുത്തു. പക്ഷേ ഞാൻ ചെയ്ത തെറ്റല്ലാതെ ആവില്ലല്ലോ. അതിലെല്ലാവരോടും ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. സച്ചി എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശരി നീലിമ എനിക്ക് വേണ്ടി ഇവിടെ വന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. സത്യങ്ങളെല്ലാം എല്ലാവരുടെ മുന്നിൽ പറഞ്ഞതിന് ഒരുപാട് നന്ദിയുണ്ടെന്ന് നീലിമയോടും പറയുക. അങ്ങനെ നീലിമ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന ആ സമയത്ത് പെട്ടെന്ന് തിരിഞ്ഞു നോക്കി എല്ലാം ഓക്കെയായി എന്ന രീതിയിൽ തന്നെയാണ് നീലിമ അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ചന്ദ്രയ്ക്ക് ഇതൊന്നും കേട്ടിട്ടും കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ചന്ദ്ര രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് മാറുന്നുണ്ട്. സുധി എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അമ്മേ എന്ന് പറഞ്ഞുകൊണ്ടേക്കും ചെല്ലുക. അപ്പോൾ രവി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സുധിയാണെങ്കിൽ രവിയുടെ മുന്നിൽ ചെന്ന് അച്ഛാ എന്നോട് ക്ഷമിക്കില്ലേ അച്ഛാ? സുധി നീ നന്നാവില്ലല്ലേടാ എന്നിങ്ങനെ രവിയുടെ ഒരു ചോദ്യം. ചന്ദ്ര ഇതെല്ലാം കേട്ട് തല പുകഞ്ഞിങ്ങ് നിൽക്കാം, ഒന്നും മിണ്ടാതെ. നീ എന്നോട് എത്ര പറഞ്ഞാലും നീ നന്നാവില്ലല്ലേ? നീ എന്തിനാണ് കുടുംബത്തിനോട് ഇത്രയും ദ്രോഹങ്ങളെല്ലാം ചെയ്തു കൂട്ടുന്നത്? അച്ഛാ എനിക്കത് പിന്നെ ഒരു തെറ്റ് പറ്റിപ്പോയി അച്ഛാ. കാരണം പൈസ കിട്ടിയത് ഞാൻ പറഞ്ഞില്ല, അത് ഷോറൂം തുടങ്ങാൻ വേണ്ടി തന്നെയായിരുന്നു അച്ഛാ എന്നിങ്ങനെ പറയുമ്പോൾ പിന്നെ അത് ചന്ദ്രയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ചന്ദ്രയാണെങ്കിൽ ശ്രുതിയായിട്ട് അടിയോടടിയിടാൻ നിന്നെ ഞാൻ ഒരുപാട് വിശ്വസിച്ചു, നിന്നെ ഒരുപാട് സ്നേഹിച്ചു, നിന്നെ ഒരുപാട് താലോലിച്ചു ഞാൻ. എന്നിട്ട് കുടുംബത്തോട് ഇത്രയും ദ്രോഹം ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നടാ? നീ എന്തിനാണ് ആ പൈസ എടുത്ത് ഷോറൂം തുടങ്ങിയത്? നീ ഞങ്ങളെ ചതിച്ചില്ലേടാ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര അടിയാ. അപ്പം ഈ അടി കൊണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ ഒറ്റ മറുപടി കൊടുക്കുകയാണ്. അമ്മേ ഇതിന് ഐഡിയ തന്നത് ശ്രുതിയാ പറഞ്ഞത്. ആ പൈസ കൊണ്ട് ഷോറൂം തുടങ്ങാമെന്ന് ശ്രുതിയാണ് പറഞ്ഞത് എന്ന് പറയുകയാണ്. ഇത് കേട്ട ചന്ദ്ര ഞെട്ടിപ്പോവുകയാണ്. അതേപോലെ തന്നെ ശ്രുതിയും ഞെട്ടിപ്പോവുകയാണ്. തനിക്കിട്ട് പാര വെച്ചു എന്ന് ശ്രുതിക്ക് മനസ്സിലാകുകയാണ്. അപ്പോൾ ചന്ദ്ര പറയുകയാണ്, നീ അല്ലേടെ പറഞ്ഞത് ശ്രുതിയുടെ അച്ഛൻ തന്ന പൈസയാണെന്നൊക്കെ. അത് ശ്രുതിയെ എന്നോട് അങ്ങനെയൊക്കെ പറയാൻ വേണ്ടി പറഞ്ഞത്. അച്ഛൻ തന്ന പൈസയാണെന്ന് ശ്രുതിയെ എന്നെ കൊണ്ട് പറയിപ്പിച്ചത്. ഇവളുടെ പ്ലാൻ ആയിരുന്നു എല്ലാം. ഓഹോ അത് ശരി ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഒരു വിളിയാ. ശ്രുതിയാണെങ്കിൽ പേടിച്ച് വിറച്ച് ചന്ദ്രയുടെ മുന്നിൽ പോയി നിൽക്കുകയാണ്. ആൻറ്റി അത് പിന്നെ അങ്ങനെ പറയേണ്ട താമസം ചന്ദ്ര തൻ്റെ കൈ പോക്കി കാരണം നോക്കിയോ ഒറ്റ അടി കൊടുക്കുകയാണ്. എല്ലാവരും ഞെട്ടിപ്പോവുകയാണ്. നീ കുടുംബത്തോട് ചതി ചെയ്യല്ലോടി, ഞങ്ങളുടെ പൈസ എടുത്ത് നീ കള്ളത്തരം പറയല്ലോടി,
നീ ഇവിടെ കാണിച്ചു കൂട്ടിയ ഓരോ കള്ളത്തരങ്ങളും എനിക്ക് മനസ്സിലായി. ഈ കുടുംബത്തോട് ദ്രോഹം ചെയ്ത് നീ ഈ കുടുംബത്തിന് വേണ്ടാടി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയെ പിടിച്ച് പടപടപടാടിക്കുക. വലിച്ച് അഴച്ച് നേരെ ശ്രുതിയെ മുറ്റത്തേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അയ്യോ അമ്മേ തല്ലല്ലേ അമ്മേ എന്നൊക്കെ. പക്ഷേ ചന്ദ്ര നിർത്തോ, വീണ്ടും കുറേ തല്ലുകയാണ്. ആൻറ്റി തല്ലല്ലേ ആൻറ്റി, നിർത്താൻറ്റി എന്ന് വെച്ചാൽ ശ്രുതി പറയുന്നുണ്ട്. പക്ഷേ ചന്ദ്ര ഇവിടെ നിർത്തുന്നില്ല. ആൻറ്റി നിർത്താൻറ്റി, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ആൻറ്റി? ഞാൻ ആ ഷോറൂം തുടങ്ങാൻ പറഞ്ഞത് കാര്യം തന്നെയുണ്ട് ആൻറ്റി, അല്ലെങ്കിൽ ആൻറ്റിയുടെ മകൻ ഏതെങ്കിലും പാർക്കിൽ പോയി ഉറങ്ങുമായിരുന്നു ആൻറ്റി എന്നിങ്ങനെ പറയുമ്പോൾ എല്ലാവരും ശ്രുതിയുടെ ആ ഒരു വാക്ക് കേട്ട് അന്തിച്ച് നോക്കി നിൽക്കുകയാണ്. പിന്നെ ഞാൻ എന്തായിരുന്നു ചെയ്യേണ്ടത്? നിങ്ങളുടെ മകന് വല്ല കഴിവുണ്ടോ? അവനെ കൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ? ഒരു ഉപകാരത്തിനും ഒടുങ്ങാത്തവനാണ് ശ്രുതി. പല പ്രാവശ്യം ഞാൻ അവന് വേണ്ടി ജോലി നോക്കി കൊടുത്തായിരുന്നു. എന്നിട്ട് അവൻ അവിടെ ജോലിക്ക് പോകുമായിരുന്നു. ഓരോ കള്ളത്തരങ്ങളും പറഞ്ഞുകൊണ്ട് പാർക്കിൽ പോയി കിടക്കുന്നവനായിരുന്നു നിങ്ങളുടെ മകൻ, ഒരു കഴിവില്ലാത്ത മകൻ എന്നൊക്കെ ചന്ദ്രയുടെ മുന്നിൽ അങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ചന്ദ്രയ്ക്ക് വീണ്ടും അരിശം അങ്ങോട്ട് വരികയാണ്. അപ്പോൾ നീ എന്താണ് പറഞ്ഞത്? എൻ്റെ മോനെക്കുറിച്ച് നീ എന്താണ് പറഞ്ഞത്? എൻ്റെ മോന് കഴിവില്ലെന്നോ? ആൻറ്റി, ഞാൻ കഴിവില്ലെന്നല്ല പറഞ്ഞത്. പക്ഷേ ആ 50 ലക്ഷം രൂപ കിട്ടി അവനോട് ഷോറൂം തുടങ്ങാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവനത് തുടങ്ങിയില്ല. തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു, ഒരു തെരുവ് നായയെ പോലെ. അതായിരുന്നു നിങ്ങളുടെ മോൻ്റെ അവസ്ഥ. ഞാനങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ. ഓഹോ, അപ്പം നീ പറഞ്ഞു വരുന്നത് നീയാണ് അവനെ ഈ നിലയിലാക്കിയത്. നിനക്ക് മാത്രമേ സ്നേഹമുള്ളൂ, അമ്മയായ എനിക്ക് സ്നേഹമില്ലെന്നാണോടി നീ പറയുന്നത്? നീ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലായി. അപ്പോൾ സച്ചിയൊക്കെയാണെങ്കിൽ അയ്യടാ നാണക്കേടറാ എന്നൊക്കെ ഇങ്ങനെ സച്ചി അവിടെ ശ്രുതിയെ നോക്കി ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ശ്രുതിയുടെ വാക്കുകളെല്ലാം കേട്ടിട്ട് ശ്രുതിയും അന്തിച്ചിങ്ങനെ നോക്കി നിൽക്കുകയാണ്. ശ്രുതിക്ക് അത്രയ്ക്കും കലി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ശ്രുതി വീണ്ടും പറയണം, അതെ ആൻറ്റി, നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ മകനെ വഷളാക്കിയത്, ഒരു കഴിവുമില്ലാത്തവന്. എന്നിട്ട് അവൻ്റെ ആഗ്രഹം കസാരയെ കയറി ഞെളിഞ്ഞിരിക്കുക, അതുമാത്രമായിരുന്നു അവൻ്റെ ആഗ്രഹം. അതിന് സാധിച്ചു കൊടുക്കാൻ വേണ്ടി പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ഇപ്പം എല്ലാ കുറ്റങ്ങളും എൻ്റെ മേലായോ എന്നിങ്ങനെ നിങ്ങൾ എന്ന് വിളിച്ച് ചന്ദ്രയെ അപമാനിക്കുകയാണ്. ഇതും കൂടി കേട്ട ചന്ദ്രയാണെങ്കിൽ പാടാന്ന് പറഞ്ഞ് കാരണം നോക്കി മുഖത്ത് നോക്കി ഒക്കെ അടിക്കുകയാണ്. ഇനി എന്തായിരിക്കും നാളെ സംഭവിക്കാനായിട്ട് പോകുന്നത്? അപ്പോൾ അമ്മ സ്വപ്നം കണ്ടതുപോലെ ശ്രുതിയെ ആ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കോ എന്നൊക്കെ അറിയാനായിട്ട് നമുക്ക് നാളത്തെ എപ്പിസോഡ് തീർച്ചയായിട്ടും കാണുമെന്ന് പറയണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.